ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും വെള്ളം വരുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. 2018 വന്ന വെള്ളത്തിന്റെ ഒപ്പം തന്നെ ഈ പ്രാവശ്യം വെള്ളം വന്നു. കേരളക്കരയ്ക്ക് മുകളിൽ ഒരിക്കൽ കൂടി മഴമേഘങ്ങൾ പെയ്തിറങ്ങുകയാണ്. അതീവ ജാഗ്രതയിലുള്ള മലബാർ മേഖലയിൽ കാര്യപ്പെട്ട കെടുതികൾ ഉണ്ടാകാത്തതാണ് ആശ്വാസം. ഏത് പ്രതിസന്ധിയെയും നേരിടാൻ സർക്കാരും ദുരന്ത നിവാരണ സേനയും സർവ്വസജ്ജമാണ്. വടക്കൻ കടൽ പ്രദേശവും കടലിന്റെ തീരവും ശക്തമായിട്ടുള്ള സുരക്ഷയ്ക്ക് വിധേയമാക്കണം. ഒരു കാരണവശാലും പ്രത്യേകമായിട്ടുള്ള മുന്നറിയിപ്പുകളില്ലാതെ ഫിഷർമെൻമാർ അങ്ങോട്ട് പോകാനുള്ള ഒരു സ്ഥിതി ഉണ്ടാകരുത്. സത്രം, പുല്ലുമേട്, കാനനപാത വഴിയുള്ള ശബരിമല തീർത്ഥാടനത്തിന് ഹൈക്കോടതി താൽക്കാലിക വിലക്കേർപ്പെടുത്തി. കനത്ത മഴയും മൂടൽമഞ്ഞും കാരണം യാത്ര ദുസ്സഹമായതാണ് കാരണം. ആവശ്യമുള്ള ഭക്തർക്ക് പമ്പയിലെത്താൻ KSRTC ബസ് ക്രമീകരിച്ചിട്ടുണ്ട്. കനത്ത മഴയ്ക്ക് പിന്നാലെ തൃശൂരിൽ വീടിലേക്ക് കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണു. ചൂരപ്പെട്ടി ശശിയുടെ വീടിന്റെ അടുക്കള വശത്തേക്കാണ് ഭിത്തി വീണത്. തിരുവനന്തപുരം കോവളത്ത് കടലിൽ ഇറങ്ങുന്നതിന് വിനോദസഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തി. എറണാകുളത്ത് ബുധനാഴ്ച വരെ ഖനന പ്രവർത്തനങ്ങൾ നിരോധിച്ചു. മലയോര തീരദേശ മേഖലകളിൽ ജാഗ്രത തുടരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.